ബുദ്ധി കൊണ്ടുള്ള കളിയാണ് ചെസ്സ്. ക്ഷമയും ആലോചനയും ആവോളം വേണ്ട മേധയുടെ പോരാട്ടം. ചെസ് കളത്തിനു മുന്നിൽ ധ്യാനാത്മകമായിരുന്ന് 64 കളങ്ങളിലെ കരുക്കൾ നീക്കി കളിക്കേണ്ട ആ കഠിന വഴികൾ താണ്ടി ഇതാ ഒരു 18-കാരൻ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു. ദൊമ്മരാജു ഗുകേഷ് എന്ന ഡി ഗുകേഷ് പുതിയ ചെസ് ലോക ചാമ്പ്യനാകുമ്പോൾ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പാരമ്പര്യമാണ് സാർത്ഥകമാകുന്നത്. ചതുരംഗത്തിലൂടെ ഇന്ത്യ ലോകത്തിനു സമ്മാനിച്ച കളിയുടെ പരിഷ്കരിക്കപ്പെട്ട മുഖമാണ് ചെസ്. ആക്രമണവും അതിവേഗ നീക്കങ്ങളും പ്രതിരോധവുമൊക്കെ കൂടിച്ചേർന്ന ബുദ്ധിയുടെ മേധയുടെ കളിയിൽ നമുക്കൊരു വിശ്വനാഥൻ ആനന്ദായിരുന്നു ഏറെക്കാലം ആനന്ദമായിരുന്നതെങ്കിൽ ആ പരമ്പരയ്ക്ക് അതിസമ്പന്നമായൊരു ഭാവിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഗുകേഷിൻ്റെ 18-ാം വയസ്സിലെ ലോക കിരീടം. ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനും ഇനി ഗുകേഷാണ്. ഫൈനൽ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത് നിലവിലെ ലോക ചാമ്പ്യനായ 32-കാരൻ ഡിങ് ലിറനെ. തകർത്തത് ഇതിഹാസ താരം ഗ്യാരി കാസ്പറോവ് 1985-ൽ തൻ്റെ 22-ാം വയസ്സിൽ നേടിയ ലോക കിരീടമെന്ന റെക്കോർഡ്. പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുക എന്നത് ഡി ഗുകേഷിൻ്റെ ശീലമാണ്. നിലവിലെ ലോക ചാമ്പ്യൻ, ഫൈനലിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട താരം, പോരാട്ടം സമനിലയിൽ അവസാനിച്ച് മത്സരം റാപ്പിഡിൻ്റെ വേഗനീക്കങ്ങളിലേക്ക് പോയാൽ കിരീടം ഉറപ്പ് തുടങ്ങി നിരവധി വിശേഷണങ്ങളുമായാണ് ചൈനയുടെ ഡിങ് ലിറൻ 18-കാരനായ ഗുകേഷിനെ നേരിടാനെത്തിയത്. ആദ്യ ഗെയിമിലെ ഡിങ് ലിറൻ്റെ വിജയവും ആ വിശേഷണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു. എന്നാൽ പതിയെയാണ് ഗുകേഷ് തിരിച്ചടി തുടങ്ങിയത്. 3-ാം പോരാട്ടത്തിൽ ജയം പിടിച്ച് യാത്ര തുടങ്ങി. തുടരെ സമനിലകൾക്കൊടുവിൽ ഡിങ് ലിറനെ പിന്നിലാക്കി 2-ാം ജയം. 4-ാം ഗെയിം മുതൽ 11-ാം ഗെയിം വരെ സമനിലകൾ. എന്നാൽ 11-ാം ഗെയിമിൽ ഗുകേഷ് അട്ടിമറി ജയം നേടിയതോടെ കളി മുറുകി. ലോക കിരീടത്തിലേക്ക് 3 സമനിലകൾ മാത്രം മതിയെന്ന നിലയിൽ ഗുകേഷ് നിൽക്കെ 12-ാം ഗെയിമിൽ ഡിങ് ലിറൻ്റെ തിരിച്ചുവരവ്. ഇതോടെ 13-14 ഗെയിമുകൾ നിർണായകമായി. എന്നാൽ 13-ാം പോരാട്ടവും സമനിലയിൽ ആയതോടെ അവസാന ഗെയിം അതിനിർണായകമായി ഇരുവർക്കും. 14-ാം ഗെയിമിൽ ഡിങ് ലിറൻ വരുത്തിയ അപ്രതീക്ഷിത പിഴവ് മുതലെടുക്കാൻ ഗുകേഷ് എടുത്ത തീരുമാനമാണ് കളിയുടെ ഗതിയും ചെസ്സിൻ്റെ ചരിത്രവും മാറ്റിയത്. റൂക്കിനെ F2 കളത്തിലേക്ക് മാറ്റിയ ഡിങ് ലിറൻ്റെ പിഴവാണ് ഗുകേഷ് മുതലെടുത്തത്. ടൈ ബ്രേക്കറിലേക്ക് നീട്ടി സമ്മർദ്ദം കൂട്ടാൻ നിൽക്കാതെ ഡി ഗുകേഷ് ആ നീക്കത്തിന് ചെക്ക് പറഞ്ഞതോടെ 7.5 എന്ന മാന്ത്രിക സംഖ്യ താരം തൊട്ടു. ഒപ്പം ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന അനുപമ നേട്ടവും. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ്സിൻ്റെ ലോക കിരീടം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാനും ഗുകേഷിനു സാധിച്ചു. ആനന്ദിൻ്റെ കളരിയിൽ ചെസ് പഠിച്ചു തുടങ്ങിയ ഗുകേഷ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ചെസ്സിൻ്റെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ പതാകവാഹകനാകുന്നു. ഒപ്പം മഹത്തായ ചരിത്രത്തിൻ്റെ ഭാഗവും. വിജയശേഷം ഗുകേഷ് പൊട്ടിക്കരഞ്ഞുപോയി. അത്രയും ദിവസം നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഫലം നേടിയതിൻ്റെ ആനന്ദമായിരുന്നു ആ 18-കാരൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ. ലോക ചാമ്പ്യനായി പോരാട്ടവേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും ആ 18-കാരൻ കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു. പിന്നാലെ പുറത്തു കാത്തുനിന്ന അച്ഛനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം പരിശീലകനെയും. അപ്പോഴും കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലെത്തുക എന്നത് തൻ്റെ നീണ്ട നാളത്തെ സ്വപ്നമായിരുന്നു എന്നാണ് ഫൈനലിലെത്തിയതിനെക്കുറിച്ച് ഗുകേഷ് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. കിരീടം നേടിയ ശേഷം ഗുകേഷ് ഇങ്ങനെ പറഞ്ഞു: "ഞാൻ ആ സ്വപ്നത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്."